ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള ഗറില്ല 450യുടെ ലോഞ്ചിന് പോയത്. അപ്പോൾ ഇന്ന് നമുക്ക് ആ വണ്ടി റിവ്യൂ ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുള്ളത് കുന്നംകുളത്ത് പാറേമ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള റോയൽ എൻഫീൽഡ് ഹെറിറ്റേജ് മോട്ടോഴ്സാണ്. അപ്പോൾ ബിഗ് താങ്ക്സ് ടു ദം. പിന്നെ അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഗോൾഡ് ഡിപ്പ് എന്നുള്ള കളറിലുള്ള ഗറില്ല 450 ആണ്. അപ്പോൾ നമുക്കതിൻ്റെ ഫുള്ള് റിവ്യൂ പിന്നെ ബാക്കി വിശേഷങ്ങളും അത് ഓടിച്ചിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളുടെ റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും പുതിയ മോഡലായ കഴിഞ്ഞ ശനിയാഴ്ച പുറത്ത് വന്നിട്ടുള്ള ഏറ്റവും പുതിയ മോഡലായ ഗറില്ല 450. 2 വീക്സ് ആയിട്ടുള്ളത് വന്നിട്ട്. ഞാനിതിൻ്റെ ലോഞ്ചിന് പോയിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരെന്തായാലും പോയി കാണണം. അത് നമ്മൾ പോയത് തൃശ്ശൂർ പുഴയ്ക്കലുള്ള ഹെറിറ്റേജ് മോട്ടോഴ്സിലാണ്, റോയൽ എൻഫീൽഡ് ഹെറിറ്റേജ് മോട്ടോഴ്സിലാണ്. ഇപ്പം നമുക്ക് ഈ വണ്ടി കിട്ടിയിട്ടുള്ളത് കുന്നംകുളത്ത് പാറേമ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ഹെറിറ്റേജ് മോട്ടോഴ്സിൽ നിന്നാണ് നമുക്ക് ഈ വണ്ടി കിട്ടിയിട്ടുള്ളത്. ഞാൻ ഒരാഴ്ച മുമ്പ് അവരെ വിളിച്ചിരുന്നു. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞ്. അപ്പോൾ നമുക്ക് ഇന്ന് സാറ്റർഡേ ആണ്. ഇന്നാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട്. വണ്ടി കാണാൻ അപാര ലുക്കാണ് കേട്ടോ. എനിക്ക് ഇതിൻ്റെ ഇതിനെ ഏകദേശം 5 കളർ കളർ കോമ്പിനേഷൻസിലാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത്. കളർ കോമ്പിനേഷൻ പിന്നെ 3 വാരിയൻസിലായിട്ടാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. ഇത് ഗോൾഡ് ഡിപ്പ് എന്നുള്ള പേരിലാണ് ഈ ഒരു കളർ അറിയപ്പെടുന്നത്. അതിൻ്റെ കൂടെ തന്നെ ബ്രാവ ബ്ലൂ, പ്ലായ ബ്ലാക്ക്, പിന്നെ യെല്ലോ റിബൺ, സ്മോക്ക് എന്നിങ്ങനെയുള്ള 4 കളറും കൂടെ വേറെ ഉണ്ട്. ഒരു കൈൻഡ് ഓഫ് റോഡ്സ്റ്റർ ലുക്കിലുള്ളൊരു ബൈക്കാണ്. കുറച്ചൊരു കഫേ റൈഡർ ടൈപ്പ് ബൈക്കായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിന് വന്നിട്ടില്ല. എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ എഞ്ചിൻ വരുന്നത് 450cc ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്കകത്ത് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ LED ആണ്. എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഈ ലൈറ്റ്സ് വരുന്നത് LED ആണ്. ഇവിടെ ഇൻഡിക്കേറ്റേഴ്സും അതിന് ചുറ്റും ബ്രേക്ക് ലൈറ്റ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് ബാക്കിലൊരു ബ്രേക്ക് ലൈറ്റ് മാത്രമായിട്ടുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണുന്നില്ല. പിന്നെ കാണുമ്പോൾ തന്നെ ഒരു മാരക ലുക്കാണ്. പിന്നെ റോഡ് പ്രസൻസ് ആണെങ്കിൽ അടിപൊളിയാണ്. ഞാൻ ഓടിച്ചപ്പോൾ കുറേ പേര് നോക്കുന്നുണ്ടായിരുന്നു ഇത് ഏതാ വണ്ടി എന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. കുറച്ച് പേര് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഇത് ഏതാ വണ്ടി, ഇത് പുതിയതാണോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചോദിച്ചിരുന്നു. ഭയങ്കര ഹാപ്പി മൊമെൻ്റാണ് ഇത്. ഇങ്ങനൊരു വണ്ടി ഓൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആയിരിക്കും. കാരണം ഇതുപോലെയുള്ള വണ്ടികൾ റോയൽ എൻഫീൽഡ് ഇറക്കി തുടങ്ങിയിട്ട് കാലം കുറച്ചായിട്ടുള്ളൂ. ലൈക്ക് എന്താ പറയുക, നമ്മളുടെ ഹണ്ടർ ആണെങ്കിലും കുറച്ച് പവർ കുറഞ്ഞതെന്ന് പറയാൻ പറ്റില്ല. അത് ഇറങ്ങിയ ടൈമിൽ അത്യാവശ്യം പവറുള്ള വണ്ടിയായിരുന്നു. 350cc എൻജിൻ അത്ര മോശം എൻജിനൊന്നുമല്ല. പക്ഷേ അതിനേക്കാൾ കുറച്ചും കൂടി പവർഫുള്ളായിട്ടുള്ള, കുറച്ചും കൂടി അഗ്രസീവ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ബ്രീഡിനെ റോയൽ എൻഫീൽഡ്, നമ്മളുടെ ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ ബ്രാൻഡായിട്ടുള്ള റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇറ്റ്സ് ദ ഓൾ ന്യൂ ഗറില്ല 450. ഇതിനൊരു ടാഗ് ലൈൻ ഉണ്ട്, ദ ഓൾ റോഡ്സ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗ് ലൈൻ ഉണ്ട്. ശരിയാണ്, ഒരു റോഡ്സ്റ്റർ ബൈക്ക് പോലെ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഡിസൈൻ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ കളറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കളറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറ് യെല്ലോ റിബൺ എന്ന് പറഞ്ഞ കളറാണ്. അതിൽ റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് അവർ കൊടുത്തിട്ടുള്ളത് ഒരു പേർപ്പിൾ ഷെയ്ഡിലാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു യെല്ലോ ഷെയ്ഡിലാണ് ഗറില്ല 450 എന്നുള്ളൊരു സ്റ്റിക്കർ വർക്ക്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ എക്സോസ്റ്റിൻ്റെ പതിക്ക് വരാണെങ്കിൽ എക്സോസ്റ്റ് ഒരു ചെറിയ എക്സോസ്റ്റ് നോട്ടാണ്. പക്ഷേ അത്ര ചെറിയ സൗണ്ടല്ല ഇതെന്ന് വരിക. അത്യാവശ്യം ലൗഡായിട്ടുള്ള എക്സോസ്റ്റ് സൗണ്ടാണ് ഇന്ന് വരുന്നത്. നമ്മളിപ്പോൾ ഒരു സാധാരണ സ്റ്റോക്ക് എക്സോസ്റ്റ് കേൾക്കുന്ന പോലെയല്ല. നമ്മളുടെ ഈ
റോയൽ എൻഫീൽഡിൻ്റെ തന്നെ പഴയ മോഡൽസ് ആയിട്ടുള്ള ക്ലാസിക്കും സ്റ്റാൻഡേർഡും 350 ഒക്കെ ഉണ്ടായിരുന്ന സൗണ്ടുകൾ ഭയങ്കര ലൗഡ് സൗണ്ട്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി. ഭയങ്കരമായിട്ടെന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറഞ്ഞു പോയി. നമ്മളൊരു റോയൽ എൻഫീൽഡ് ഒരു ബുള്ളറ്റ് ഓടിക്കുന്ന ഒരു ഫീല് വരുന്നില്ല എന്ന് കുറച്ച് പേര് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് അതിനേക്കാളും തിരിച്ചു വരവായിരുന്നു. കുറച്ചും കൂടി ലൗഡായിട്ടുള്ളൊരു എക്സോസ്റ്റ് നോട്ട് ഒരു കൊടുത്തിട്ട്. പിന്നെ ഈ വണ്ടി കാണുമ്പോൾ ചെറിയ സൈസായിട്ട് തോന്നുമെങ്കിലും അത്ര ചെറിയ സൈസൊന്നും അല്ല. അത് നമ്മൾ ഇരിക്കുമ്പോഴും നമ്മൾ റിയലായിട്ട് അത് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു സൈസ് ഡിഫറൻസിയേഷൻ നമുക്ക് അറിയാൻ പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ ടയേഴ്സ് വരുന്നത് 17 ഇഞ്ച് ടയേഴ്സാണ്. ഫ്രണ്ടിലും റെയറിലും 17 ഇഞ്ച് ടയേഴ്സാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ക്ലച്ചിനെ കുറിച്ച് പറയുമ്പോൾ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് മൾട്ടി പ്ലേറ്റ് വെറ്റ് ക്ലച്ചാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ട്രാൻസ്മിഷൻ വരുന്നത് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. ഇതിൻ്റെ സസ്പെൻഷൻസിനെ കുറിച്ച് പറയുമ്പോൾ സസ്പെൻഷൻ വരുന്നത് ഫ്രണ്ടിൽ ഡ്യുവൽ ഷോക്ക് ടെലസ്കോപ്പിക് സസ്പെൻഷൻസും ബാക്കിൽ മോണോഷോക്ക് സസ്പെൻഷൻസും ആണ്. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല, ഒരു ഫിക്സ്ഡ് സീറ്റ് ഹൈറ്റാണ്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് നമുക്കൊരു 5'10", 5'11" ഹൈറ്റുള്ളവർക്കൊക്കെ നല്ല സുഖമായി ഓടിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സിലാണ് വന്നിട്ടുള്ളത് തന്നെ. പിന്നെ ഇവിടുത്തെ ഹാൻഡിൽ ബാറിൻ്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്കൊരു മോഡിൻ്റെ ഹോം ബട്ടൺ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് വന്നിട്ടുണ്ട്, ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ, പിന്നെ മീറ്ററിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ മോഡ്, റൈഡിങ് മോഡ്സ്, എക്കണോമിയും പിന്നെ പെർഫോമൻസ് മോഡ്സും ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇഗ്നിഷൻ ബട്ടൺ, പിന്നെ ഡ്യുവൽ സൈഡ് ഇൻഡിക്കേറ്റേഴ്സും ആണ് ഈ ഒരു സൈഡിലായിട്ട് വന്നിട്ടുള്ളത്. ഭയങ്കര ഒരു സിമ്പിൾ മീറ്റർ കൺസോളും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഭയങ്കര ഒരു സിമ്പിൾ ലുക്കിംഗ് ആണ്. അത്ര എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ടാക്ടിക്കൽ അല്ലെങ്കിൽ ഒരു ഭയങ്കര നമുക്ക് ആകെ കൺഫ്യൂഷൻ തോന്നിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററോ കാര്യങ്ങളൊന്നും അവിടെ കൊടുത്തിട്ടില്ല. പിന്നെ ഇവിടെ ഫ്രണ്ടിലേക്ക് വരാണെങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് LED ഇൻഡിക്കേറ്റേഴ്സാണ്. ഹെഡ്ലൈറ്റ്സും LED ഹെഡ്ലൈറ്റ്സ് ആണ്. നല്ല അടിപൊളി ഒരു റൗണ്ട് ഹെഡ്ലൈറ്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ മഡ് ഗാർഡ്സ് എല്ലാം ചെറുതാണ്. മഡ് ഗാർഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മഡ് ഗാർഡ്സ് അത്ര ലോങ് ആയിട്ടുള്ള മഡ് ഗാർഡ്സ് ഒന്നും വരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ പുഴയ്ക്കലുള്ള റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിലേക്ക് പോകാം. അല്ലെങ്കിൽ കുന്നംകുളത്ത് പാറയമ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവർക്ക് ഹെറിറ്റേജ് മോട്ടോഴ്സ് ഉള്ളത്. അവിടെ നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഇതിൻ്റെ രണ്ട് ഷോറൂംസിൻ്റെയും കോൺടാക്റ്റ് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് കുറച്ച് അഗ്രസീവ് ബ്രീഡാണ്. റോയൽ എൻഫീൽഡിലെ മോഡൽസിൽ കുറച്ചും കൂടെ അഗ്രസീവായിട്ടുള്ളൊരു മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൻ്റെ ലുക്ക് വൈസ് ആണെങ്കിലും റൈഡ് വൈസ് ആണെങ്കിലും എല്ലാ കാര്യത്തിലും കുറച്ച് അഗ്രസീവ് ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് നമ്മളിപ്പോൾ ഇത് ലുക്ക് വൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ വണ്ടി റോട്ടിൽ കൂടെ പോകുന്നത് കണ്ട് കഴിഞ്ഞാൽ ആരായാലും നോക്കി പോകും. അങ്ങനെ കുറച്ചും കൂടി ഒരു ലൗഡായിട്ടുള്ളൊരു എക്സോസ്റ്റ് നോട്ട് ഇതിന് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് അധികം ഇങ്ങനത്തെ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികൾ അധികം കൊണ്ടുവരാത്തൊരു ഡിസൈനാണ്. പുതിയ ഡിസൈൻസ് അവർ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് എ ഗുഡ് തിങ്. പുതിയ കളേഴ്സും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ സിഗ്നേച്ചർ കളറാണ് യെല്ലോ റിബൺ എന്ന് പറഞ്ഞ കളറ്. ഇവരുടെ അഡ്വർടൈസ്മെൻറ്റ്സിലായാലും എല്ലാത്തിലും യെല്ലോ റിബണും ബ്രാവ ബ്ലൂ ആണ് ഇവരുടെ അഡ്വർടൈസ്മെൻറ്റ്സിലെല്ലാം കാണുന്ന രണ്ട് കളേഴ്സ് വരുന്നത്. നല്ല അടിപൊളി കളേഴ്സാണ്. നമ്മൾ ലോഞ്ചിന് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ബ്രാവ ബ്ലൂവും പ്ലായ ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറുമാണ്. ബ്രാവ ബ്ലൂ എന്ന് പറയുമ്പോൾ ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ, ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ ആണ് ബ്രാവ ബ്ലൂ എന്ന് പറഞ്ഞ കളർ വരുന്നത്. ഇത് ഗോൾഡ് ഡിപ്പ് എന്ന് പറഞ്ഞ കളറാണ്. ഗോൾഡ് ഡിപ്പ് വരുന്നത് ഈ ഒരു ഭാഗം, ഈ ഫ്യൂൽ ടാങ്കിൻ്റെ ഒരു കാൽഭാഗം മുതൽ പിന്നെ ആ മഡ് ഗാർഡും ആണ് ഇതിൻ്റെ റെഡ് കളർ വരുന്നത്. ബാക്കിയുള്ള എല്ലാ കളേഴ്സും ഒരു ഗോൾഡൻ ലുക്കിലാണത് കൊടുത്തിട്ടുള്ളത്. ആൻഡ് പിന്നെ പ്ലായ ബ്ലാക്ക് എന്ന് പറയുന്നത് ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കളർ ഷെയ്ഡ്സിലാണ് അത് വന്നിട്ടുള്ളത്. പിന്നെ സ്മോക്ക് എന്ന് പറയുമ്പോൾ ഒരു മാറ്റ് ഗ്രേ കളറിലാണ്
സ്മോക്ക് എന്ന് പറഞ്ഞ മോഡൽ വന്നിട്ടുള്ളത്. പിന്നെ 3 വേരിയൻസിലായിട്ടാണ് ഈ ഒരു വണ്ടി ഇറക്കിയിട്ടുള്ളത്. ഡാഷ്, ഫ്ലാഷ് ആൻഡ് അനലോഗ്. പിന്നെ ഇതിൻ്റെ മീറ്റർ കൺസോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മീറ്റർ കൺസോൾ വരുന്നത് ഡിജിറ്റൽ വരുന്നുണ്ട്, അനലോഗ് വരുന്നുണ്ട്, ഡിജിറ്റൽ ആൻഡ് അനലോഗ് കമ്പൈൻഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ 3 വേരിയൻസിനും 3 രീതിയിലാണ് മീറ്റേഴ്സ് വരുന്നത്. ഇതിൻ്റെ മീറ്റർ വരുന്നത് ഡിജിറ്റൽ മീറ്റേഴ്സാണ്. സിംഗിൾ മീറ്ററാണ്. റൗണ്ട് 4 ഇഞ്ച് റൗണ്ട് TFT ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. ആൻഡ് നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഗറില്ല എന്നുള്ളൊരു റൈറ്റിങ്സും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മീറ്റർ വരുന്നത്. പിന്നെ നമുക്കിവിടെ റൈഡിങ് മോഡ്സിലേക്ക് വരികയാണെങ്കിൽ റൈഡിങ് മോഡ്സ്, റൈഡ് മോഡ് വരുന്നുണ്ട് ആൻഡ് എക്കണോമി മോഡ് വരുന്നുണ്ട്. അപ്പോൾ 2 റൈഡിങ് മോഡ്സാണ് വരുന്നത്. പെർഫോമൻസ് മോഡ്സ് നല്ല അടിപൊളിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. തന്നെയാണ് പിന്നെ കുറച്ചും കൂടി വ്യത്യാസം വന്നിട്ടുള്ളത്. കുറച്ച് ഒരു കഫേ റേസർ അല്ലെങ്കിൽ റോഡ്സ്റ്റർ ബൈക്ക് പോലെയാണ് ഇതിൻ്റെ ഡിസൈനിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ എക്സോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ചെറിയൊരു എക്സോസ്റ്റ് ഭാഗമാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര ചെറുതാണ്. സാധാരണ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികൾക്കൊന്നും ഇത്ര ചെറിയൊരു എക്സോസ്റ്റ് കണ്ടിട്ടില്ല. പിന്നെയും കണ്ടിട്ടുള്ളത് ഹണ്ടറിനാണ് ചെറിയ എക്സോസ്റ്റൊക്കെ കണ്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ ബാക്കിൽ ടെയിൽ ലൈറ്റ്സിന് വേണ്ടി മാത്രമായൊരു സംഭവം കൊടുത്തിട്ടില്ല. അത് ടെയിൽ ലൈറ്റ്സും ഇൻഡിക്കേറ്റേഴ്സും കമ്പൈൻഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. 2ഉം LED ആണ്. എല്ലാ ലൈറ്റ്സും ഇപ്പോൾ LED ആയിക്കൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് എല്ലാ കാർസ് ആൻഡ് ബൈക്സിൽ. ഹെഡ് ലൈറ്റ്സ് ആയാലും ടെയിൽ ലൈറ്റ്സ് ആയാലും ഇൻഡിക്കേറ്റേഴ്സ് ആയാലും ഇപ്പോൾ LED ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് ഗുഡ് ലുക്കിംഗ് ദോ. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, ഫ്രണ്ട് സൈഡിൽ ഇൻഡിക്കേറ്റേഴ്സ് വരുന്ന ഈ ഭാഗത്തും പിന്നെ ഹെഡ് ലൈറ്റ്സും എല്ലാം, റണ്ണിങ് ലൈറ്റ്സ്, ഹെഡ് ലൈറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ LED ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ആൻഡ് നല്ലൊരു വണ്ടിയാണ്. സീറ്റിംഗ് പൊസിഷൻ ആയാലും നല്ല അടിപൊളിയാണ്. പിന്നെ റോഡ് നല്ല വണ്ടിയാണ്. ഓഫ് കോഴ്സ് നല്ല അത് റൈഡിങ് മോഡ്സ് ആയാലും അതിൻ്റെ പെർഫോമൻസ് ആയാലും പിന്നെ ആക്സിലറേഷൻ ആയാലും പിന്നെ അതിൻ്റെ എൻജിൻ റെസ്പോൺസ് ആണെങ്കിലും എല്ലാം കൊണ്ടും ഓവറോൾ അടിപൊളിയാണ്. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് റൈഡിങ് ദ ബൈക്ക്. പിന്നെ ഈ ഒരു വണ്ടിയിൽ വെയിറ്റ് റിഡക്ഷൻ നല്ലോണം വന്നിട്ടുണ്ട്. നമ്മളിതൊന്ന് ഇപ്പോൾ സൈഡ് സ്റ്റാൻഡിലാണ് ഇരിക്കുന്നത്. നമ്മളതൊന്ന് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം വെയിറ്റുള്ള പോലെ തോന്നും. പക്ഷേ റൈഡ് ചെയ്യുമ്പോൾ ഈ വെയിറ്റ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. ഇതിൻ്റെ വെയിറ്റ് റിഡക്ഷൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പോഴത്തെ വെയിറ്റ് വരുന്നത്, കർബ് വെയിറ്റ് വരുന്നത് 174 kilograms ആണ് ഇതിൻ്റെ കർബ് വെയിറ്റ് വരുന്നത്. ആൻഡ് ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. കാരണം റോയൽ എൻഫീൽഡിൻ്റെ ബൈക്സ് വെയിറ്റ് കുറവാന്നുള്ള കാര്യങ്ങൾ വളരെ അപൂർവം മോഡൽസിൽ മാത്രമേ വെയ്റ്റ്ലെസ് മോഡൽസ് വന്നിട്ടുള്ളൂ. അത് ഹണ്ടർ അതിനൊരു എക്സാമ്പിളാണ്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇവിടെ ട്രിപ്പ് മീറ്റർ വരുന്നുണ്ട്. ട്രിപ്പ് 1, ട്രിപ്പ് 2, പിന്നെ ഫ്യൂവൽ റേഞ്ച് വരുന്നുണ്ട്, പിന്നെ ഫ്യൂവൽ കൺസംഷൻ, പിന്നെ വോൾട്ടേജ്, ബാറ്ററി വോൾട്ടേജും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. പിന്നെ സർവീസ് ഡ്യൂ വരെ നമുക്കിവിടെ കാണാവുന്നതാണ്. എത്ര കിലോമീറ്റേഴ്സാണ്, പിന്നെ എൻജിൻ ടെമ്പറേച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ഈ ഒരു TFT ഡിസ്പ്ലേയിൽ നമുക്ക് കാണാവുന്നതാണ്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ വണ്ടി സൈഡ് സ്റ്റാൻഡിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഇൻഡിക്കേഷൻ കാണാവുന്നതാണ്. ഇവിടെ സൈഡ് സ്റ്റാൻഡിലാണ് വണ്ടി ഇരിക്കുന്നത് എന്നുള്ളൊരു ഇൻഡിക്കേഷൻ കാണാവുന്നതാണ്. പിന്നെ നമ്മളുടെ ഇവിടെ ഗിയറിൻ്റെ നമ്പേഴ്സും കാര്യങ്ങളും, ഏത് ഗിയറിലാണ് കിടക്കുന്നതെന്നും സ്പീഡോമീറ്ററും ന്യൂമറിക്കലായിട്ടും മീറ്റർ വൈസ് ആയിട്ടുള്ള സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. GT 650 അങ്ങനെയുള്ള കുറച്ച് വണ്ടികളൊക്കെ റോയൽ എൻഫീൽഡ് ഒരു ബുള്ളറ്റ് കമ്പനി ആയിരുന്നു എന്നുള്ള ഇത് മാറി ഇപ്പോൾ കുറച്ചും കൂടി സ്പോർട്ടിയർ, കുറച്ച് അഗ്രസീവ് ലുക്കിംഗ്, കുറച്ച് ഓഫ് റോഡ് ടൈപ്പ് മോഡൽസൊക്കെ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. അതിൽ പെടുന്നതാണ് ഹണ്ടർ ആയാലും 350cc സെഗ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ ഹണ്ടർ ആയാലും മീറ്റിയോർ കുറച്ച് ക്രൂസർ ടൈപ്പ് ഒരു മോഡലാണ് മീറ്റിയോർ വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വേറൊരു ദിവസം ഞാൻ വീണ്ടും വരാം. ഇറ്റ്സ് മീ ഓട്ടോ ഗീക്ക് സൈനിങ് ഓഫ്.